ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദ ഓഫീസ് ഓഫ് ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന പദവിയെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 5-ാമത്തെ ഭാഗത്ത് യൂണിയൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ഭരണഘടന സംസാരിക്കുന്നത്. ഈ യൂണിയൻ എന്ന ഭാഗത്ത് ഭരണഘടന സംസാരിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ വ്യവസ്ഥയായിട്ടുള്ള യൂണിയൻ പാർലമെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അഥവാ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമായിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചും, അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണെങ്കിലും അതിന്റെ അപ്പെക്സ് ബോഡി ആയിട്ടുള്ള സുപ്രീം കോടതിയെ കുറിച്ച്, ചിലയിടങ്ങളിൽ അതിനെ യൂണിയൻ ജുഡീഷ്യറി എന്ന് വിളിക്കുമെങ്കിലും അത് ടെക്നിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി അത് തെറ്റായ ഒരു പദപ്രയോഗമാണ്. കാരണം യൂണിയൻ എന്നും സ്റ്റേറ്റ് എന്നും തിരിക്കാൻ അവിടെ ഈ രണ്ട് ജുഡീഷ്യറിയിൽ ഇവ രണ്ടും ഫെഡറൽ സിസ്റ്റത്തിൽ പെടുന്ന ഒന്നുമല്ല. അവ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. വളരെ ഹയറാർക്കിക്കലായിട്ട് ഓട്ടോണമസ് പവർ ഒന്നുമില്ലാത്ത ഹൈക്കോടതികളാണുള്ളത്. അതായത് ഹൈക്കോടതി എന്ന നിലയിൽ സ്വന്തം അധികാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള സ്വയംഭരണ അധികാരങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് അതിനെ സ്റ്റേറ്റ് ജുഡീഷ്യറി എന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതി യൂണിയൻ ജുഡീഷ്യറി എന്നോ വിളിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, യൂണിയൻ ജുഡീഷ്യറി എന്ന രീതിയിൽ വിളിക്കാൻ പറ്റില്ലെങ്കിലും സുപ്രീം കോടതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ പാർലമെന്റ് അഥവാ യൂണിയൻ ലെജിസ്ലേച്ചറിനെ കുറിച്ചും യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 52 ആരംഭിക്കുന്ന പാർട്ട് 5 എന്ന് പറയുന്നത്. ഇതിലെ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സിക്യൂട്ടീവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവുകൾ ഒന്നായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. ദ റിയൽ പവർ വെസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയിലെ യഥാർത്ഥമായിട്ടുള്ള കാര്യനിർവഹണ അധികാരം കൈമുതലായിട്ടുള്ള ദ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഭരണഘടന അതിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ എന്നാണ്. ആർട്ടിക്കിൾ 52 മുതൽ ആരംഭിക്കുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആദ്യത്തെ യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കും. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുക്കുന്ന അധികാരത്തെ കുറിച്ച് ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഓൾ ദ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഷുഡ് ബി ഡൺ ബൈ ദ പ്രസിഡന്റ് ത്രൂ ഹിസ് സബോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപതി തന്നിൽ അർപ്പിതമായിട്ടുള്ള സകല ഭരണഘടനാ ദൗത്യങ്ങളും, അതായത് കാര്യനിർവഹണ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അത് അദ്ദേഹം നിർവഹിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ വഴിയാണ്. ഇവിടെ കീഴുദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഭരണഘടന അർത്ഥമാക്കുന്നത് പിന്നീടുള്ള ഭരണഘടന വ്യവസ്ഥിതികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാധനം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അല്ലെങ്കിൽ കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. അതായത് മന്ത്രിസഭ, പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് ഇവിടെ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിനർത്ഥം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ അധികാരങ്ങളും രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ല അർത്ഥം. ഇതേ ഭരണഘടന പിന്നീട് പറയുന്ന കാര്യമുണ്ട്. 74, 75, 78 ആർട്ടിക്കിളുകളുമായി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്: ദ പ്രസിഡന്റ്, ഓൾ ആക്ഷൻസ് ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റ് ഷാൽ ബി ഡൺ ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്നാണ് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അതിന്റെ മലയാളം ഇപ്രകാരമാണ്: അതായത്
ഇന്ത്യയിലെ രാഷ്ട്രപതി ചെയ്യുന്ന സകലമാന ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും മന്ത്രിസഭ, പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ ഉപദേശവും സഹായവും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതായത് സാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വയം വ്യക്തിപരമായിട്ടുള്ള ഒരു വിവേചന അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ഒരു മന്ത്രിസഭ, പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം വ്യക്തിപരമായിട്ടുള്ള ഒരു വിവേചന അധികാരം, സ്വയം തീരുമാനം, സെൽഫ് ഡിസിഷൻ ആർക്ക് സാധ്യമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് സാധ്യമല്ല. ഇത് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം, ഇത്രയും ബേസിക് കോൺസെപ്റ്റ് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് സംസാരിക്കുവാനായിട്ട്. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പാർട്ട് 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫാക്ടറായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 74, 75, 78 അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന സംസാരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു പാർലമെന്ററി സിസ്റ്റം ആണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ബ്രിട്ടീഷ് മാതൃകയിൽ ഒരു പാർലമെന്ററി സംവിധാനമാണ് പിന്തുടരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർലമെന്ററി സംവിധാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്ര സംവിധാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെയാണ് നമ്മൾ പാർലമെന്ററി സംവിധാനം എന്ന് വിളിക്കുന്നത്. പാർലമെന്ററി സംവിധാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്, അല്ലെങ്കിൽ UK എന്ന് വിളിക്കുന്ന രാഷ്ട്ര സംവിധാനത്തിലാണ് ആദ്യമായിട്ട് പാർലമെന്ററി വ്യവസ്ഥ ആരംഭിക്കുന്നത്. ഈ പാർലമെന്ററി വ്യവസ്ഥയിൽ നിന്നാണ് പാർലമെന്ററി സംവിധാനങ്ങളുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു മാതൃക സ്വീകരിച്ചിട്ടാണ്. ഇന്ത്യയും അതിന്റെ കോളനി നേതൃത്വം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിലെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്ര സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്ര വ്യവസ്ഥയോടെയുള്ള ഒരു പരിചയവും വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇന്ത്യക്ക് നൽകിയത് ഒരു പാർലമെന്ററി വ്യവസ്ഥയാണ്. രാഷ്ട്രപതി അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ട് നിലനിൽക്കുമ്പോൾ പോലും യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ അധികാരങ്ങൾ കൈയാളുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് യഥാർത്ഥത്തിൽ കാര്യനിർവഹണ അധികാരങ്ങൾ കൈയാളുന്നത്. ഈ പ്രധാനമന്ത്രിയും ഇതേ മന്ത്രിസഭയും ഇന്ത്യയിലെ യൂണിയൻ പാർലമെന്റ് ആയിട്ടുള്ള യൂണിയൻ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ വ്യവസ്ഥിതിയായിട്ടുള്ള പാർലമെന്റിലെ ജനപ്രതിനിധി സഭയായിട്ടുള്ള അല്ലെങ്കിൽ അധോഗ സഭയായിട്ടുള്ള ലോവർ ചേംബർ ആയിട്ടുള്ള ലോക്സഭയിലെ അംഗങ്ങളാണ്. ഇവരെല്ലാവരും, അതായത് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയും ഈ പറയുന്ന ലോവർ ചേംബർ ആയിട്ടുള്ള ലോക്സഭയോട് കടപ്പെട്ടിരിക്കുകയാണ്, ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണ്, അക്കൗണ്ടബിൾ ആണ്. അവരെല്ലാ കാര്യത്തിലും ഈ പാർലമെന്റിലെ ലോക്സഭയോട് ഉത്തരവാദിത്വമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് പാർലമെന്റാണ്. അതായത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആണ് ഈ പറയുന്ന സർക്കാരിന് അധികാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭയോട് ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളവരാണ് ഇന്ത്യയിലെ റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും. അതുകൊണ്ട് തന്നെ ഒരു പാർലമെന്ററി വ്യവസ്ഥ എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും പരിപൂർണമായിട്ട് ഈ പറയുന്ന പാർലമെന്റിലെ ലോക്സഭയോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞു പാർലമെന്ററി വ്യവസ്ഥയിൽ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് പ്രസിഡന്റ് എന്നുള്ളത് ചോദ്യം വരികയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രണ്ട് അധികാരങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും തത്തുല്യമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കാൻ നിർവാഹമില്ല. കാരണം രണ്ടു കൂട്ടർക്കും തത്തുല്യമായിട്ട് അധികാരം വന്നതിൽ അത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് വഴിതെളിക്കുക. കാരണം രണ്ടു കൂട്ടരും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടന പ്രതിസന്ധിയിലാവും, അല്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥിതി, രാഷ്ട്രീയ വ്യവസ്ഥിതി പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് തന്നെ
രണ്ടു കൂട്ടർക്കും സമാനമായിട്ട് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള അധികാരം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും തത്തുല്യമായിട്ടുള്ള അധികാരമല്ല ഉള്ളതെന്ന്. ഇവരെ രണ്ടുപേരെയും വേർതിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ടേമാണ് ഡി ജൂറിയും ഡി ഫാക്ടോ. ഡി ജൂറി എന്ന പദത്തിന്റെ അർത്ഥം ഏതൊരു ഇതാണോ നിയമത്തിന്റെ ലിറ്ററൽ സെൻസിൽ അല്ലെങ്കിൽ വാച്യാർത്ഥത്തിൽ യഥാർത്ഥമായിട്ടുള്ള അധികാരം കൈകൊള്ളുന്ന വ്യവസ്ഥയാണ് നമ്മൾ ഡി ജൂറി അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഡി ഫാക്ടോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അധികാരം ആരാണ് കൈയാളുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നതാണ്, രാഷ്ട്രപതി ഇവിടെ ഡി ജൂറി അതോറിറ്റിയാണ്. അതായത് ഭരണഘടന അതിന് നൽകുന്ന യഥാർത്ഥമായിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. എന്നാൽ ഇതേ ഭരണഘടന തന്നെ അല്ലെങ്കിൽ ഇതേ രാഷ്ട്ര വ്യവസ്ഥ തന്നെ യഥാർത്ഥമായിട്ട് അധികാരം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അധികാരത്തിൽ ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി റിയൽ എക്സിക്യൂട്ടീവ് ആണ്. രാഷ്ട്രപതി നാമമാത്രമായിട്ടുള്ള അധികാരിയാണെങ്കിൽ പ്രധാനമന്ത്രി ഈ പറയുന്ന റിയൽ എക്സിക്യൂട്ടീവ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പാണ്. റബ്ബർ സ്റ്റാമ്പുകളുടെ പ്രത്യേകത അറിയാം. റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പഴയ രീതിയിലുള്ള സീലുകളെയാണ് റബ്ബർ സ്റ്റാമ്പുകൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ അച്ച് എന്ന് പറയുന്നത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ റബ്ബർ സ്റ്റാമ്പ് എന്ന് വിളിക്കുന്നത്. ആ അച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ റബ്ബറിൽ വെട്ടിയുണ്ടാക്കി അച്ചുകൾ രൂപപ്പെടുത്തിയിട്ട് ആ അച്ച് മഷിയിൽ മുക്കി ആ അച്ചിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ കാര്യം മാത്രമേ ആ സീലിന് അവിടെ പ്രകടമാക്കാൻ പറ്റുള്ളൂ, കടലാസിൽ പ്രകടമാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയും ഒരു റബ്ബർ സീലാണ്. ആ റബ്ബർ സീലിലെ അച്ചിൽ അല്ല റബ്ബറിൽ ഉണ്ടാക്കിയ അച്ചിൽ സീലിന്റെ അച്ചിലുള്ളത് തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയാണ് അച്ചിൽ എന്ത് വേണം തീരുമാനിക്കുന്നത്. ആ തീരുമാന പ്രകാരമുള്ള ഇംപ്രിന്റ് അല്ലെങ്കിൽ സീല് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഉപയോഗിക്കുന്ന സീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണോ അദ്ദേഹം എടുക്കുന്ന നടപടി ആ നടപടികളുടെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ തീരുമാനിക്കില്ല അല്ലെങ്കിൽ എന്താണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും പരിപൂർണമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ സീലാണ്, വെറും അച്ചാണ്, ഒരു റബ്ബർ സ്റ്റാമ്പാണ് രാഷ്ട്രപതിയെങ്കിൽ ആ റബ്ബർ സ്റ്റാമ്പിൽ സീലിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്ന ഘടകമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ, രാഷ്ട്ര തലവനാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണത്തലവനാണ്. ഇത്തരത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള അധികാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് കടന്നു പോകാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിയമനത്തെ കുറിച്ചാണ്. നമ്മൾ ഈ പറയുന്ന ഭരണഘടനാ പദവികളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് നിയമന രീതിയെ കുറിച്ച്. നിയമനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ഭരണഘടന പ്രത്യേകമായിട്ടുള്ള ഒരു നിയമന രീതി ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിയുടെ നിയമനത്തെ കുറിച്ച് പറയുന്നില്ല. The Article 75 only says that the Prime Minister shall be appointed by the President. അതായത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 75 പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി ആയിരിക്കണം നിയമിക്കേണ്ടതെന്നാണ്. അതിനർത്ഥം രാഷ്ട്രപതിക്ക് തന്റെ സ്വേച്ഛ പ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തോന്നിയ രീതിയിൽ നിയമിക്കാൻ സാധിക്കില്ല. പാർലമെന്ററി സംവിധാനത്തിന്റെ കീഴ്വഴക്കം അനുസരിച്ച് ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്ന പ്രധാനമന്ത്രിക്ക് നിശ്ചയമായിട്ടും ലോക്സഭയുടെ പിന്തുണ ഉണ്ടായിരിക്കണം, മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുക എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ പറ്റില്ല, മറിച്ച് ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിലവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു
കക്ഷിക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയും അവർ നിലവിൽ തന്നെ ഒരു ആളിനെ തങ്ങളുടെ നേതാവായിട്ട് പാർലമെന്ററി പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കും ലോക്സഭയിലെ അവരുടെ അംഗങ്ങളുടെ നേതാവായിട്ടൊരു നേതാവ് കാണും. അതായത് അവരുടെ പാർട്ടി മൊത്തത്തിലുള്ള പാർട്ടി നേതാവോ അല്ലെങ്കിൽ അതല്ലാത്തൊരു മറ്റൊരാൾ വ്യക്തിയോ ആയിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കും. ഉദാഹരണത്തിന് UPA സമയത്ത് സോണിയാഗാന്ധി UPA അല്ലെങ്കിൽ മുന്നണിയുടെ കോൺഗ്രസിന്റെ പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി ആയിരിക്കണം നിർബന്ധമില്ല. അവിടെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണോ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് അവരുടെ പാർട്ടി തീരുമാനിക്കുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ പ്രസിഡന്റിന് അവിടെ കൃത്യമായിട്ടുള്ള വിവേചന അധികാരം ഉപയോഗിക്കാൻ പറ്റില്ല. ആ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്നത് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. എന്നാൽ കൃത്യമായിട്ടൊരു മെജോറിറ്റി ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വിവേചനം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് വിവേചനം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അതായത് നിലവിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെയും അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയോ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തോട് 1 മാസത്തിനുള്ളിൽ ലോക്സഭയിൽ തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടാം. 1979 അന്നത്തെ രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയാണ് രാഷ്ട്രപതിയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിലുള്ള ഇത്തരത്തിലുള്ള വിവേചന അധികാരം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അന്ന് ജനതാ പാർട്ടിയുടെ നേതാവായി പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയുടെ ഭരണത്തിൽ മൊറാർജി ദേശായിക്ക് പിന്തുണ നഷ്ടപ്പെട്ട് ജനതാ പാർട്ടിയിൽ പിളർപ്പുണ്ടായിട്ട് പിന്തുണ നഷ്ടപ്പെട്ട് ജനതാ പാർട്ടി മൊറാർജി ദേശായി രാജിവെക്കേണ്ടി വന്നപ്പോൾ അവിടെ ഒരു വാക്കും വരികയാണ്. ഒരു പ്രധാനമന്ത്രി ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോഴത്തേക്കും മറ്റ് പാർട്ടികൾക്കൊന്നും തന്നെ അല്ലെങ്കിൽ ജനതാ പാർട്ടിക്ക് നിലവിലത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ അന്നത്തെ ഒരു കക്ഷിക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷമില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അന്നത്തെ രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി തന്റെ ഭരണഘടനാപരമായിട്ട് നൽകുന്ന വിവേചന അധികാരം ഉപയോഗിച്ച് ചരൺ സിംഗിനോട് പ്രധാനമന്ത്രി അന്നത്തെ കൊളീഷൻ മുന്നോട്ട് വെച്ച നേതാവായിരുന്നു ചരൺ സിംഗ്. അങ്ങനെ ചരൺ സിംഗിനെ ചരൺ സിംഗിനെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും ചരൺ സിംഗ് പിന്നീട് ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയായിരുന്നു. അതായത് ചരൺ സിംഗ് പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് ചരൺ സിംഗിന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള മുന്നണിയുടെ നേതാവിനെയാണ് അന്ന് പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചത്. പിന്നീടാണ് ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം തെളിയിക്കാൻ ചരൺ സിംഗിന് സാധിച്ചത്. അതിലുള്ള അവസരം തന്റെ ഭരണഘടനാപരമായിട്ടുള്ള വിവേചന അധികാരം ഉപയോഗിച്ച് നീലം സഞ്ജീവ് റെഡ്ഡി നൽകുകയായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ആദ്യമായിട്ട് വിവേചന അധികാരം ഉപയോഗിക്കുന്ന രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. അതായത് പ്രസിഡന്റിന് ഉപയോഗിക്കാൻ ഒരു രാഷ്ട്രപതിക്ക് തന്റെ വിവേചന അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന 2 അവസരങ്ങളാണ്. ഒന്ന്, കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. 2, പ്രധാനമന്ത്രിയുടെ പെട്ടെന്നുള്ള മരണം അല്ലെങ്കിൽ രാജി എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ലോക്സഭ പിരിച്ചുവിടിക്കാതെ രാജിവെച്ച ഒരു അവസ്ഥ കൂടിയാണെങ്കിൽ പ്രസിഡന്റിന് ഈ പറയുന്ന 2 അവസരങ്ങളിൽ തന്റെ വിവേചന അധികാരം ഉപയോഗിക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസരത്തിൽ രാഷ്ട്രപതി നേരത്തെ പറഞ്ഞ രീതി നീലം സഞ്ജീവ് റെഡ്ഡി ചെയ്തതുപോലെ തന്നെ തന്റെ വിവേചന അധികാരം ഉപയോഗിച്ച ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നുള്ള രാജിയോ മരണമോ നടന്ന അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു നേതാവ് ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഒന്നെങ്കിൽ ഒരു കാവൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളെ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും പിന്നീട് ഈ പറയുന്ന രീതിയിൽ
ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പം ഇതാണ് ഈ രണ്ട് അവസരങ്ങളിലാണ് രാഷ്ട്രപതിക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള വിവേചനാധികാരം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, രാഷ്ട്രപതിക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷം ഉള്ള ഒരു കക്ഷിയുടെ നേതാവിനെ, അവർ തെരഞ്ഞെടുത്ത ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ, പ്രധാനമന്ത്രിയുടെ അഭാവം, അതായത് രാജി വഴിയോ മരണം വഴിയോ പ്രധാനമന്ത്രിയുടെ പെട്ടെന്നുള്ള അഭാവം വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന് കാരണം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രപതി എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കണം, ഉപദേശം അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മേൽ പറഞ്ഞ അവസരങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം ഇല്ലാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവിടെ ഇല്ലാത്ത അവസരത്തിൽ യഥാർത്ഥമായിട്ട് രീതിയിൽ രാഷ്ട്രപതിക്ക് അവിടെ ഒരു വിവേചന അധികാരമുണ്ട്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതിക്ക് വിവേചന അധികാരം ഭരണഘടന യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ഭരണഘടന നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ ഉയരതിരിഞ്ഞ ഈ പറയുന്ന ഒരു പാർലമെന്ററി കൺവെൻഷൻ, പാർലമെന്ററി കീഴ്വഴക്കം അനുസരിച്ച്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ പറഞ്ഞു, ഒരു രാഷ്ട്രപതി തന്റെ വിവേചന അധികാരം ഉപയോഗിക്കുക എന്നുള്ളതിന് അർത്ഥം എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത അവസരത്തിൽ മാത്രമാണ് രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വിവേചന അധികാരം ഉള്ളപ്പോൾ തന്നെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. എന്നാൽ എന്താണ് രാജിയോ അല്ലെങ്കിൽ മരണമോ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ കൺവെൻഷനും അവിടെ ബാധകമല്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മരണമോ രാജിയോ സംഭവിച്ച സമയത്ത് തന്നെ അവിടെ ഭരണഘടനാപരമായിട്ട് മന്ത്രിസഭ ഇല്ലാതാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഉപദേശിക്കാൻ അവിടെ രാഷ്ട്രപതിക്ക് ഒരു ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് അവിടെ സ്വന്തം വിവേചന അധികാരം ഉപയോഗിക്കാൻ സാധിക്കും. ഈ രണ്ട് സാഹചര്യത്തിലാണ് ഭരണഘടനാപരമായിട്ട് ഇതിന്റെ യുക്തി എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, രാഷ്ട്രപതി പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഭരണഘടന പറയുന്നു. എന്നാൽ അവിടെ ഉപദേശിക്കാൻ പ്രധാനമന്ത്രി ഇല്ലാത്തത് കൊണ്ടാണ്, അതുപോലെ തന്നെ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഉള്ള സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് അവിടെ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം പ്രധാനമന്ത്രിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാൻ സാധിക്കുക. അതിനൊരു ഉദാഹരണം കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി പറയുകയാണ്. ഇന്ദിരാഗാന്ധി 1984 തന്റെ അംഗരക്ഷകരാലെ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാൻ സേൽ സിംഗ് ആയിരുന്നു. ഗ്യാൻ സേൽ സിംഗ് അന്നത്തെ ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഭരണഘടനയല്ല, ഒരു രാഷ്ട്രീയ കീഴ്വഴക്കം അനുസരിച്ച് അല്ലെങ്കിൽ പാർലമെന്ററി ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഗുൽസാരി നന്ദ 2 പ്രാവശ്യം ജവഹർലാൽ നെഹ്റുവിന്റെ മരണസമയത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പെട്ടെന്നുള്ള മരണസമയത്തും ഗുൽസാരി ലാൽ നന്ദയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വളരെ ചുരുങ്ങിയ കാലം കാവൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മരണസമയത്തും ഇത്തരത്തിലുള്ളൊരു കാവൽ പ്രധാനമന്ത്രിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതുവരെയുള്ള കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രപതി ആയിട്ടുണ്ടായിരുന്ന ഗ്യാൻ സേൽ സിംഗ് രാജീവ് ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അവിടെ വിവേചന അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭ ഇല്ലാത്തിടത്തോളം കാലം ആരെ വേണമെങ്കിലും നിയമിക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ രാജീവ് ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കെയർടേക്കർ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിന് പകരം അവിടെ രാജീവ് ഗാന്ധിയെ ഈ പറയുന്ന ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും
അതിനെ ഏകപക്ഷീയമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് രാജീവ് ഗാന്ധിയെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭരിക്കുന്ന പാർട്ടി പ്രധാനമന്ത്രിയുടെ മരണത്തിലോ രാജിയെ തുടർന്നോ ഒരു നേതാവിനെ അടിയന്തരമായിട്ട് രാഷ്ട്രപതിക്ക് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അടിയന്തരമായിട്ട് തന്നെ തങ്ങളുടെ അടുത്ത പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്ക് ഈ പറയുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാനില്ല. അതായത് പാർട്ടിക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷമുണ്ട്. അത്തരത്തിൽ ഭൂരിപക്ഷത്തോടെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ മരണമോ പെട്ടെന്നുള്ള രാജിയോ സംഭവിക്കുന്നു. ആ രാജിയോ മരണം ഉണ്ടാക്കുന്ന വാക്വത്തിൽ ഉടനെ തന്നെ ഈ പറയുന്ന ഭരണകക്ഷി തങ്ങളുടെ നേതാവായിട്ട് കക്ഷി നേതാവായിട്ട് ഒരാളെ നിയമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്ക് ഇത്തരത്തിലുള്ള ഒരു വിവേചന അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല. തിരിച്ച് ആ പറയുന്ന നേതാവിനെ രാഷ്ട്രപതിയായിട്ട് നിയമിക്കാനേ പറ്റുള്ളൂ. 1980 1980 ഡൽഹി ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി ഭൂരിപക്ഷം തെളിയിച്ച ആളായിരിക്കണം പ്രധാനമന്ത്രി എന്ന് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി അതിന്റെ 1980 വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിനൊരു വ്യക്തിയെ വിവേചനാധികാരം ഉപയോഗിച്ച് നിയമിക്കുകയും പിന്നീട് അദ്ദേഹത്തോട് തന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാലും മതി എന്നാണ് ഡൽഹി ഹൈക്കോടതി ആ വിധിയിൽ പറഞ്ഞത്. അത്തരത്തില് ചരൺ സിംഗ് 1979, VP സിംഗ് 1989, ചന്ദ്രശേഖർ 1990, നരസിംഹറാവു 1991, AB വാജ്പേയി 96, ദേവഗൌഡ 96, IK ഗുജറാൾ 97, AB വാജ്പേയി 98. ഇവരെല്ലാരും തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് മാറിയവരാണ്. അതായത് അവരുടെ കക്ഷികൾക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത അവസരത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഭരണഘടനാപരമായിട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി ഇവരെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഇവർ പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് ഇവരുടെ കക്ഷിക്കോ മുന്നണിക്കോ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് പാർലമെന്റിൽ ലോക്സഭയിൽ ഇവരുടെ ഭൂരിപക്ഷം തെളിയിക്കുന്നത്. അതുപോലെ തന്നെ 1997 വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ലോക്സഭയിലെയോ രാജ്യസഭയിലെ അംഗമല്ലാത്ത ഒരാൾക്ക് പോലും പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെന്നാണ്. 6 മാസത്തിനുള്ളിൽ ഈ ഇരു സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. എന്നാൽ 6 മാസത്തിനുള്ളിൽ ഇരു സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമാകാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. ഭരണഘടനാപരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇരു സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമായാൽ മതിയാവും. എന്നാൽ രാഷ്ട്രപതിക്കും മന്ത്രിസഭയും ബാധിതപ്പെട്ടിരിക്കുന്ന ലോക്സഭയുടെ മാത്രമാണ്. അതായത് അവരുടെ നിലനിൽപ്പിനെ യാതൊരു രീതിയിലും ബാധിക്കാൻ രാജ്യസഭയ്ക്ക് കഴിയില്ല. 1966 ഇന്ദിരാഗാന്ധി, 1996 HC ദേവഗൌഡ, 2004 മൻമോഹൻ സിംഗ് എന്നിവർ രാജ്യസഭാ അംഗങ്ങളായിരുന്നു. എന്നാൽ നമ്മൾ മാതൃകയായിട്ട് സ്വീകരിച്ചിരുന്ന ബ്രിട്ടനിൽ അവിടുത്തെ പ്രധാനമന്ത്രി നിർബന്ധമായിട്ടും അവിടുത്തെ ജനപ്രതിനിധിയായി സഭയായിട്ടുള്ള ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായിരിക്കണമെന്നാണ് അവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് അവിടുത്തെ ഉപരിസഭയായിട്ടുള്ള ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗമായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല. പ്രധാനമന്ത്രിയാവുമ്പോൾ ആ വ്യക്തി ഹൗസ് ഓഫ് കോമൺസിലെ അംഗമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി സത്യപ്രതിജ്ഞയാണ്. ആർട്ടിക്കിൾ 75 ക്ലോസ് 4 അനുച്ഛേദത്തിന്റെ സബ് ക്ലോസ് 75 അനുച്ഛേദത്തിന്റെ സബ് ക്ലോസ് ആയിട്ടുള്ള അതിന്റെ 4ാമത്തെ ഉപവിഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് സംസാരിക്കുന്നത്.
അദ്ദേഹം പറയുന്ന ആ ഭരണഘടനാ പ്രൊവിഷൻസിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയോടായിരിക്കണം പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ടത്. ആ സമയത്ത് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുമെന്നും ഭരണഘടനയോട് വിശ്വാസവും കൂറും പുലർത്തുമെന്നും തന്നിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാ ദൗത്യങ്ങളെ പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടെ തന്നെ നിർവഹിക്കുമെന്നും ആരോടും വിവേചനമോ സ്വജനപക്ഷപാതമോ കാണിക്കാതെ തന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്നാണ് സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാലാവധിയെ കുറിച്ചാണ്. ഭരണഘടന മറ്റ് എല്ലാ ഓഫീസുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു കാലാവധി നിശ്ചയിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ കാലാവധിയെ കുറിച്ച് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് ഭരണഘടന പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണഘടന യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് നമുക്ക് സാധിക്കും. അവിടെ ഒരു ടേം ഉണ്ട്, അത് 5 വർഷമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു പാർലമെന്റിലെ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് ഭരണഘടന പറയുന്നത് 5 വർഷമാണ്. സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ മെജോറിറ്റി ഇല്ലാത്ത ഒരു സഭയ്ക്ക്, ഒരു മന്ത്രിസഭയ്ക്ക് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ലോക്സഭ ഇല്ലാത്തിടത്തോളം കാലം അവിടെ ഒരു മന്ത്രിസഭയ്ക്ക് തുടരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക്സഭയുടെ കാലാവധിയാണ് സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് അവിടെ 5 വർഷത്തിൽ കൂടുതൽ തുടരാൻ സാധിക്കില്ല. ഇത് സാധാരണ സാഹചര്യത്തിലാണ്. എന്നാൽ അസാധാരണ സാഹചര്യമുണ്ട്. ഒന്ന്, ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുക, 2 രാജിവെക്കുക, 3 മരണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ കാലാവധി അല്ലെങ്കിൽ അസാധാരണമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ ഡിസ്മിസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ തോന്നിയ രീതിയിൽ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ സാധിക്കില്ല. കാരണം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളൊരു മന്ത്രിസഭയെ പുറത്താക്കാൻ രാഷ്ട്രപതിക്ക് സാധിക്കില്ല. അവിടെ ഭൂരിപക്ഷം ഇല്ലാത്തൊരു മന്ത്രിസഭയെ മാത്രമേ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. അതായത് അവിടെ ശരിക്കും സംഭവിക്കുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായിട്ട് ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പ്രധാനമന്ത്രിക്ക് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത നിമിഷങ്ങളിൽ പരിപൂർണമായിട്ട് രീതിയിൽ നിശ്ചിതമായിട്ടുള്ള 5 വർഷത്തേക്ക് ലോക്സഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാലറി അലവൻസുകൾ പാർലമെന്റ് കാലാകാലങ്ങളോളം നിശ്ചയിച്ചിരിക്കുന്ന അനുസരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും വരുന്നത്. ഒരു ബേസിക് പേ എന്ന് പറയുന്നത്, ഒരു പ്രധാനമന്ത്രിയുടെ ബേസിക് പേ എന്ന് പറയുന്നത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് അംഗത്തിന് കൊടുക്കുന്ന ശമ്പളമാണ്. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ അലവൻസുകളും ഉണ്ട്, സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് താമസ സൗകര്യങ്ങളും വീട്ടുവാടക അതുപോലത്തെ കാര്യങ്ങൾ, സർവീസുകൾ കിട്ടും. ഇനി നമ്മുടെ അതിന്റെ കുറെ കൂടെ ഉള്ളിലേക്ക് പോവുകയാണ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒരു പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ അധികാരം അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതായത് മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള അധികാരങ്ങളും കർത്തവ്യങ്ങളും എന്താണെന്നാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, യൂണിയൻ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരു മന്ത്രിയെ നിയമിക്കാൻ വേണ്ടി രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വിവേചനാധികാരം എന്തെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ മാത്രമാണ്. ഒരിക്കൽ പ്രധാനമന്ത്രിയെ നിയമിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ മറ്റംഗങ്ങളെ നിയമിക്കാനുള്ള വിവേചനാധികാരം രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കുകയില്ല. അവിടെ പ്രധാനമന്ത്രി ആരാണോ തന്റെ മന്ത്രിസഭയിലെ അംഗം എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്, ആ ആളെ മാത്രമേ രാഷ്ട്രപതിക്ക് മന്ത്രിയായിട്ട്, ആ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാനമന്ത്രി
തന്റെ ഭരണഘടനാപരമായിട്ട് അധികാരം ഉപയോഗിച്ച് ഇന്ന വ്യക്തിയെ തന്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു. രാഷ്ട്രപതി അത്തരത്തിൽ നിയമിക്കുന്നു. അതുപോലെ തന്നെ വകുപ്പുകൾ ഏതാണെന്ന് തീരുമാനിക്കുന്നതും ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മാറ്റുന്നതും തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രപതിയോട് തന്റെ മന്ത്രിസഭയിൽ ഇന്നൊരു വ്യക്തി ഇനി ആവശ്യമില്ല, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്താക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഓരോ മന്ത്രിയുടെയും വ്യക്തിപരമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയെ തന്റെ രാജി വഴി വീഴ്ത്താനും പ്രധാനമന്ത്രിക്ക് കഴിയും. അതായത് പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മന്ത്രിസഭയ്ക്ക് നിലനിൽപ്പില്ല. ആ മന്ത്രിസഭ അവിടെ അവസാനിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ മന്ത്രിസഭയുടെ റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ ഉണ്ടാക്കുന്ന അവസരത്തിൽ പിന്നീട് മന്ത്രിസഭയ്ക്ക് ഒരു നിലനിൽപ്പില്ല. അതായത് പ്രധാനമന്ത്രി കൗൺസിൽ ഇല്ലാതെ നിലനിൽക്കും, എന്നാൽ പ്രധാനമന്ത്രി ഇല്ലാതെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് നിലനിൽപ്പില്ല. കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നിലവിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി രാജിവെക്കുകയോ മരിക്കുകയോ ചെയ്യുന്നത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആ മന്ത്രിസഭ പിരിച്ചുവിടപ്പെടുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ്. അതൊരു വാക്വം ക്രിയേറ്റ് ചെയ്യുകയും ആ വാക്വം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുതിയ പ്രധാനമന്ത്രി നിയമിക്കേണ്ടതായിട്ടും വരും. എന്നാൽ പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിലോ സ്വമേധയോ ഒരു മന്ത്രി രാജിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഫില്ല് ചെയ്താൽ മതി. അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യമല്ല, അത് സൗകര്യത്തിന് മാത്രം ചെയ്താൽ മതി. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വാക്വം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ്. ഇനി അടുത്തത് രാഷ്ട്രപതിയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ അധികാരം എന്നാണ്. ഒന്ന്, മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ രാഷ്ട്രപതിയും മന്ത്രിസഭയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ സന്ദേശവാഹകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ഒരു പാലം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ, CAG, UPSC, ഇലക്ഷൻ കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ എന്നിവരുടെ ചെയർമാനെ അവരുടെ കമ്മീഷൻ അംഗങ്ങളെ, ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു കമ്മീഷണർ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പക്ഷെ അവരുടെ നിർദ്ദേശം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സാധനം തന്നെ ഇവിടെയും പറയാൻ പറ്റും. അതായത് മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരാണ് തീരുമാനിക്കുന്നതും അവരെ നിയമിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതും പ്രധാനമന്ത്രിയാണ്. ഇനി പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ലോക്സഭയുടെ നേതാവാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഒരു സമ്മേളനത്തെ അല്ലെങ്കിൽ സമ്മേളനത്തിലെ ഒരു സെഷനെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നിർത്തിവെക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയാണ് ചെയ്യുന്നതെങ്കിലും അതിനാവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഉപദേശം ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് ലോക്സഭ പിരിച്ചുവിടാൻ സാധിക്കും. അങ്ങനെ പിരിച്ചുവിടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശം വേണം. അതുപോലെ തന്നെ ഒരു സർക്കാരിന്റെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് നീതി ആയോഗ്,
നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ വാട്ടർ റിസോഴ്സസ് കൗൺസിൽ എന്നിവയുടെയൊക്കെ തലവനാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ് പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ട് ഇതിന്റെയൊക്കെ ചെയർമാനായിട്ട് മാറും. അതുപോലെ തന്നെ വിദേശ നയങ്ങളെ തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുപോലെ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ്, അത് കൊറോണയോ അല്ലെങ്കിൽ യുദ്ധമോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിനെ നേരിടുന്ന ആളുകളെ നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. യൂണിയൻ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ്, ഒരു പ്രതിസന്ധി വരുമ്പോൾ നയിക്കേണ്ട രാഷ്ട്ര തലവനാണ്. ഭരണകക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസുകളുടെ ഇന്ത്യൻ നേവി, എയർഫോഴ്സ് തുടങ്ങിയവയുടെ എല്ലാം രാഷ്ട്രീയ തലവൻ, പോലീസിന്റെ എല്ലാം രാഷ്ട്രീയ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അംബേദ്കർ പറയുകയാണ്, അംബേദ്കറിന്റെ ഒരു അഭിപ്രായം പ്രധാനമന്ത്രിയുടെ പദവിയെ കുറിച്ച് പറയുന്നത് അംബേദ്കർ ഇങ്ങനെയാണ്. അതായത്, നിങ്ങൾ എന്നോട് അമേരിക്കയിലെ പ്രസിഡന്റുമായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണ പദവിയെ കമ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനാകെ സാധിക്കുന്ന ഒരു പദവി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ യൂണിയന്റെ ഹെഡായിട്ടുള്ള പ്രസിഡന്റ് അല്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. അതുപോലെ തന്നെ ലോർഡ് മോർലി പറയുന്നത് പ്രൈമസ് ഇന്റർ പാരീസ്, ലാറ്റിൻ ടേമാണ്. പ്രൈമസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ഇന്റർ എന്ന് പറഞ്ഞാൽ എമൻ, പാരീസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ. തുല്യർക്കിടയിലെ നേതാവ് അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ സുപ്രധാന വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും പ്രധാനമന്ത്രി അടക്കം ഭരണഘടനാപരമായിട്ട് തുല്യരാണ്. എന്നാൽ അവരിലെ ഏറ്റവും ഒന്നാമൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് എന്നാണ് ലോർഡ് മോർലി പറയുന്നത്. ഇനി പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭരണഘടന എന്താണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 74 പറയുന്നത് there shall be a council of ministers headed by prime minister to give aid and advice to president. രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാനും ഉപദേശിക്കാനും സഹായിക്കാനും പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന അതിന്റെ 74-ാം അനുച്ഛേദത്തിൽ പറയുന്നു. രണ്ടാമത്, പ്രസിഡന്റ് ഷാൽ ആക്ട് അക്കോർഡിംഗ് ടു സച്ച് അഡ്വൈസ്. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നു. അത്തരത്തില് നിർദ്ദേശം നൽകുമ്പോൾ രാഷ്ട്രപതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് പുനഃപരിശോധിക്കാൻ മന്ത്രിസഭയുടെ ആവശ്യപ്പെടും. എന്നാൽ ഇതേ തീരുമാനം തന്നെ പുനഃപരിശോധനയ്ക്ക് ശേഷവും അഡ്വൈസ് ആയിട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് പിന്നീട് മറ്റൊരു നിർവാഹമില്ല, ഈ പറയുന്ന ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രപതിക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 75 പറയുന്നു ദ പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ്. അതർ മിനിസ്റ്റേഴ്സ് ഇൻ ദ കൗൺസിൽ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ആ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. ദ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ താല്പര്യമുള്ളിടത്തോളം കാലം മന്ത്രിസഭയ്ക്ക് തുടരാം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ പ്രസിഡന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ മെജോറിറ്റിയാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളതനുസരിച്ചാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നിശ്ചയിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തെ നിർണ്ണയിക്കുന്നത് ഈ ഘടകമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ലോക്സഭയോട് ബാധ്യതപ്പെട്ടവരാണെന്ന് പറയുന്നു. 78 പറയുന്നു ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ് ഈ പറയുന്നത്. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മന്ത്രിസഭയിൽ നിന്നും ഉള്ള തീരുമാനങ്ങൾ രാഷ്ട്രപതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രസിഡന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ പുതിയ നിയമനിർമ്മാണത്തെ കുറിച്ചുള്ള വിവരങ്ങളും രാഷ്ട്രപതിയെ ധരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഒരു മന്ത്രിസഭയുടെ തീരുമാനം മന്ത്രിസഭയുടെ തീരുമാനം
ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഒരു തീരുമാനം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എടുക്കുകയാണ്. അത്തരത്തിലുള്ള തീരുമാനത്തെ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിക്ക് ആവശ്യപ്പെടാം. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ചർച്ച ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ് അതിനുള്ള നിർദ്ദേശം നൽകേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ പറയുന്നത് ആരൊക്കെയാണ് പിന്നീട് പ്രധാനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിമാരെന്നാണ്. ഒന്ന് മൊറാർജി ദേശായിയാണ്. പഴയ ബോംബെ സ്റ്റേറ്റിന്റെ ഗോവയും കർണാടകയിൽ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന പഴയ ബോംബെ സംസ്ഥാനം, അതിന്റെ മുഖ്യമന്ത്രിയായിരുന്നു 1952 മുതൽ 56 വരെ മൊറാർജി ദേശായി. 77-ൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. ചരൺ സിംഗ് 1968 മുതൽ 69 വരെ UP മുഖ്യമന്ത്രിയായിരുന്നു. 1979 മുതൽ 80 വരെയുള്ള ഒരു വർഷക്കാലം ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി. PV നരസിംഹറാവു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 1991 മുതൽ 96 വരെ പ്രധാനമന്ത്രിയായി. HC ദേവഗൌഡ, നരസിംഹറാവുവിന് ശേഷം വന്ന HC ദേവഗൌഡ മുഖ്യമന്ത്രിയായിരുന്നു, കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം 96-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. 2014-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് നിലവിലത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഏകദേശം 14 വർഷത്തോളം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2001 മുതൽ 2014 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2014 മുതൽ അദ്ദേഹം ഇപ്പോൾ 2020 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റുകളിൽ ചോദിക്കണം. കാരണം വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ പരിമിതമായിട്ടുള്ള അറിവുകളിലൂടെയാണ് പോകുന്നത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഏതെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സെഷൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജഷൻസ്, എന്തെങ്കിലും മാറ്റം ഈ പറയുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം കമന്റിൽ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.